ആദ്യം എറണാകുളം മലയാറ്റൂരിലേക്കാണ്. മലയാറ്റൂരിലുണ്ടായ ക്രൂര കൊലപാതകത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. 19 വയസ്സുകാരി ചിത്രപ്രിയ സുഹൃത്ത് തലയ്ക്കടിച്ചു കൊന്നതാണെന്ന് പോലീസ്. സുഹൃത്താലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ബംഗളൂരുവിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ മറ്റൊരാൺ സുഹൃത്തുള്ളതായി സംശയിച്ചായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി സുഹൃത്തുമായി ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വാർത്ത ഇപ്പോൾ 2-3 ദിവസമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസിനകത്തും ഒക്കെ വന്നിട്ടുണ്ടെന്നൊരു വാർത്തയായിരുന്നു. പക്ഷേ ഇതിൻ്റെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചാനലുകൾ ഒക്കെ ആണെങ്കിലും നെഗറ്റീവ് തന്നെയാണ് ഇതിനകത്തൂടെ വിടുന്നത്. ഇന്നും ഞാൻ കണ്ട ഒരു ചാനലിനകത്തൂടെ ആ കുട്ടിയെ പറയുന്നേക്കണം, ആ ചെറുക്കനെ ഒരു നല്ലവനാക്കിക്കൊണ്ട്, നല്ല ഒരു പാമ്പിടിച്ചൊരു ചെറുക്കനെന്നാക്കിക്കൊണ്ട് ഈ പെങ്കൊച്ചിനെ അങ്ങ് മോശക്കാരിയാക്കുക. ഒരാൾ മരിച്ചു പോയാളെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതി, പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ പുറത്ത് പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് പറയുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ സത്യങ്ങൾ അറിയാമെങ്കിൽ പോലും ഉണ്ടല്ലോ, അവർക്കൊന്നും ഇവർക്കൊക്കെ സത്യങ്ങൾ അറിയാതിരിക്കുകയല്ല. എന്നാൽ പോലും ആ പയ്യനെ ന്യായീകരിച്ച് ഒരു സിനിമാ കഥ പോലെ അങ്ങ് ഇറക്കിയേക്കുവാണ്. സിനിമാ കഥ പോലെ നമ്മളത് അതിൻ്റെ അകത്ത് വന്ന് ചിലരൊക്കെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതല്ല സത്യങ്ങൾ, ഇതിൻ്റെ സത്യങ്ങൾ വേറെയാണെന്നൊക്കെ പറഞ്ഞു. അതൊന്നും പുള്ളി മൈൻഡ് കൊടുക്കുന്നില്ല, പുള്ളി അത് ലൈക്കൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ വന്നിച്ച് കമൻറ്റ് ഭയങ്കര മോശമായിട്ടാണ് ആ കൊച്ചിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ഭയങ്കര മോശമായിട്ട് ചതിച്ചിട്ടല്ലേ കൊന്നത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല സത്യാവസ്ഥ എന്നുള്ളത് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാര്യം ഈ ഒരു കാര്യങ്ങൾ ഞാൻ മാത്രമല്ല, ഈ തെളിവ് സഹിതമായിട്ട് ഇപ്പം നമ്മുടെ VV ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈഫ് ഓഫ് അനന്തുവിനകത്താണ് ഞാനിപ്പോൾ ഈ വോയിസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയായിട്ടുള്ള കാര്യങ്ങൾ, ആ കൂടെ പഠിച്ച പിള്ളേർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ. ഇത് ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഈ കൊച്ചിൻ്റെ കാര്യം ഞാൻ കാണുന്നത് 19 വയസ്സുകാരി ആൺസുഹൃത്തിൻ്റെ കൂടെ മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടായി, കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാനും വിചാരിച്ച് ബാംഗ്ലൂർ പഠിക്കുന്ന കൊച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനും ഓർത്തു ആയിരിക്കാം, അവിടെയൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ അല്ലേ. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു സത്യാവസ്ഥ. ഈ കാണിച്ച CCTV പോലും ഫേക്കാണ്. ഇങ്ങനൊരു സംഭവം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യം. അതിനകത്ത് ആ ബൈക്കിൽ പോകുന്നവർ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇപ്പോഴും പറയുന്നത് അവർ തന്നെയാണ് പോയത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥകൾ കുറേ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കൊച്ചിന് 19 വയസ്സായെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിന് 18 വയസ്സായതേ ഉള്ളൂ, 19 വയസ്സായിട്ടില്ല കുഞ്ഞിന്. സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനായിട്ട് കുറേ ആൾക്കാർ നടപ്പുണ്ട്. ഇവരൊക്കെ എവിടെയാണ്? ഉറക്കത്തിലായിരിക്കും, ഉണർന്ന് കാണത്തില്ലായിരിക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ഈ കൊച്ചിനെ പറ്റി ഇങ്ങനെ അവഖ്യാതികൾ പറഞ്ഞ് ഇങ്ങനെ ഇറക്കുമ്പോഴത്തേക്ക് അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താനായിട്ട് ഒരു പെണ്ണിനെ പോലും ഞാൻ കാണുന്നില്ല. ഒരു പെണ്ണിനെ പോലും ആ കൊച്ചിന് വേണ്ടി. കാര്യം ഇപ്പോഴത്തെ കാലമാണ്, പ്രണയം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ കാലമല്ല, പണ്ടത്തെ കാലത്തൊക്കെ പ്രണയം എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്രണയിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര തെറ്റായിട്ട് തോന്നിയിട്ടില്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് കറക്റ്റാണ്ട്. പിന്നെ ഈ ഒരു 10ാം ക്ലാസ് 15, 16, 17 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒന്നിനെ പറ്റി അറിയാൻ മേലാത്തൊരു പ്രായമാണത്. അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. ഒന്നിനെ പറ്റി അവർക്കപ്പോൾ കാണുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്. അവരങ്ങനെ ഈ കൊച്ച് 10ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ ഈ ചെറുക്കനോട് ഇഷ്ടമായിരുന്നെന്നാണ് പറയുന്നത്. ഇഷ്ടമായിട്ട് വന്ന ഇവൻ ഈ 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അന്ന് തിരിക്കും, +2 അങ്ങനെ ആയപ്പോഴായിരിക്കും ഈ കൊച്ചുമായിട്ട് ഇഷ്ടമായിരിക്കെ തന്നെ ഇവൻ വേറൊരു പെണ്ണുമായിട്ട് ഇഷ്ടമായി. അത് ഈ കൊച്ച് കണ്ടുപിടിച്ച് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഈ കൊച്ച് ഇവനെ വേണ്ടാന്ന് പറഞ്ഞ് ഇവർ ബ്രേക്കപ്പ് ആകാനായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും വന്ന് ഈ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിടിച്ച കൊച്ചാന്ന് പറഞ്ഞു. ഇതങ്ങനെ ഓടി നടന്ന് പ്രേമിക്കുന്ന കൊച്ചോ അല്ലെങ്കിൽ കാണുന്നവരെല്ലാം പുറകെ പോകുന്നൊരു കൊച്ചോ അല്ല. അതിനിപ്പോൾ അങ്ങനെയാണ് അവർ ചിത്രീകരിച്ചേക്കുന്നത്. അത് മരിച്ചതിന് ശേഷം അതിനെ അങ്ങനെയാണ് ചിത്രീകരിച്ചേക്കുന്നത്. അത് ആണുങ്ങളുടെ എല്ലാം പുറകെ പോകുന്നു എന്നൊരിതാണ്. വെയിൽ ചാടിയ പശുവിന് കോലുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഈ കൊച്ചിന് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യങ്ങൾ ആരും ഒന്നും അന്വേഷിക്കാൻ നിൽക്കുന്നില്ല. അവരുടെ വീട്ടുകാർക്കൊക്കെ എത്രമാത്രം ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും ഇങ്ങനെയുള്ള. അത് ആ കൊച്ച് പോയി കഴിഞ്ഞും അതിനെ ഇങ്ങനെ വേണ്ടതിനെ പറയുന്നു, മറ്റവനെ നല്ല പുണ്യാളനാക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ കൊച്ച് വേണ്ടാന്ന് വെച്ചപ്പം പിന്നെയും വന്ന് ഈ കൊച്ചിനോട് സംസാരിച്ച് ഇത് ആരെന്നാ പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൊച്ചാന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് വീണ്ടും ഇവനുമായിട്ട് അടുപ്പമായി, വീണ്ടും ഇവന് തന്നെ കാണിക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് കൊച്ച് പിന്നെ അത് ബ്രേക്കപ്പായി. 1 വർഷത്തോളമായി ഇവർ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരു കൊച്ചാണ്. ഇതങ്ങനെ ഏവിയേഷൻ പഠിക്കാണ്ട് ബാംഗ്ലൂർക്ക് പോകുന്നു. അങ്ങനെ അത് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അത് ഇവരുടെ നാട്ടിൽ അയ്യപ്പ വിളക്ക്
അയ്യപ്പ വിളക്കിന് വന്നാണ് ഈ കൊച്ച്. പിന്നെ ഇതിൻ്റെ ആരുടെയോ റിലേഷനുള്ള ഏതോ ഒരു കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ട്, അതിനും കൂടെ വന്ന് ഈ 2 കാര്യത്തിന് വേണ്ടി വന്നാണ്. ഈ കൊച്ച് അമ്പലത്തിൽ ഇവർ ഒന്നിച്ച് പോയി. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് ഇതിനകത്ത് പറയുന്നത് രാത്രി 12 മണി 2 മണി 3. അപ്പം ഞാനും ഓർത്തു ഈ സമയത്തൊക്കെ ഒരു കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് പോയെന്നാണ് ഇത് ആദ്യമേ തൊട്ട് പറയുന്നത്. ഒരു കൊച്ച് ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ വീട്ടുകാർ ശ്രദ്ധിക്കില്ലെന്ന് ഞാനും ചോദിച്ചായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നൊരു പെങ്കൊച്ച് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ചോദിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില വീട്ടിലെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം പിടിച്ച പിള്ളേരുണ്ട്. അപ്പനും അമ്മയും എന്നെ ചോദിച്ചാലും ഇങ്ങനെ പുറത്തൊക്കെ പഠിക്കുന്നതും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒട്ടും അനുസരിക്കില്ല. ഞാൻ പിന്നെ ആ ഒരു മൈൻഡിലാണ് അങ്ങ് എടുത്തത്. എന്നാലും അതിനെ കൊല്ലണ്ടായിരുന്നു എന്ന് ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ചൊക്കെ കാര്യങ്ങൾ CCTVയിലെ കാര്യങ്ങളൊക്കെ അതല്ല എന്ന് പറയുകയും ചെയ്തത്. പക്ഷേ ഈ കൊച്ച് ഈ അമ്പലത്തിൽ വെച്ചാണ് ഈ കൊച്ച് ഒരു ചായ കുടിച്ചിട്ട് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് പോയെന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ അങ്ങനെ പോയത് എനിക്കൊന്നും ഇത് ചായ കുടിക്കാൻ പോയതായിരിക്കത്തില്ല. ഇവൻ ഒരു പക്ഷേ അവിടെ വന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് കാണും. ഇതിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കാണും. അങ്ങനെ ആയിരിക്കും കൊച്ച് ചായ കുടിക്കാനെന്ന് പറഞ്ഞ് പോയത്. ഇവനെ കാണാൻ വീട്ടുകാരോട് പറയാൻ പറ്റത്തില്ലല്ലോ ഇന്ന കാര്യത്തിന് പോകുന്നത്. അപ്പോൾ അമ്പലമല്ലേ, എല്ലാവരും ഉണ്ട്, വീട്ടുകാരും മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് ചായ കുടിക്കാനെന്ന് പറഞ്ഞ് പോയി. ഇവന് അവിടെ ചെന്ന് ഈ കൊച്ചിനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി. ഇവർ 2 ഉടക്കിടന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളൊക്കെ ദേഷ്യപ്പെടുകയോ ഒക്കെ ഉണ്ടായി. ഇത് വീട്ടിലോട്ട് അങ്ങ് പോകുന്ന വഴിക്ക് അതിൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് വെള്ളം ചൂടാക്കി വെക്കുക, എനിക്ക് കുളിക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത്. പല ഇതായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അമ്പലത്തിൽ പോയ കൊച്ച് എങ്ങനെ ഈ വീട്ടിൽ വിളിച്ച് അമ്മയോട് കുളിക്കണം വെള്ളം ചൂടാക്കി വെക്ക് എന്ന് പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാണ് കൊച്ച് അങ്ങനെ. എനിക്ക് തോന്നി ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ മനസ്സിൽ മറ്റ് ഇവനെ പറ്റിയുള്ള മൈൻഡോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ കൊച്ച് 7 മണിയായപ്പോഴാണ് ഇത് മിസ്സിങ് ആകുന്നത്. അങ്ങനെ ഇത് അയച്ച് ഈ കൊച്ച് കൊണ്ട് ഇവൻ ബൈക്കിൽ ഏതാണ്ട് പറഞ്ഞു കൊടുക്കാമെന്നോ ഇവനെ ഈ കൊച്ചിൻ്റെ ഫോട്ടോസ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അതിപ്പോൾ ഇങ്ങനെ പ്രണയമൊന്നും ആയിരിക്കണമെന്നില്ല. ഫ്രണ്ട്സായിട്ടുള്ള ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്ന പിള്ളേർ തമ്മിൽ ഫോട്ടോ എടുക്കാറുണ്ട്. ഇവനെ എന്നതോ ഈ ഫോട്ടോ ഒക്കെ കാണിച്ച് കൊച്ചിനെ ഭീഷണിപ്പെടുത്തിയാണ് ഈ ബൈക്കിൽ കയറ്റി. അതും 7 മണി 7:30 സമയത്താണ് ഈ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. നമുക്ക് ഇവരുടെ വീട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇവരൊരു റിലേഷനുള്ളൊരു ആൾ പറയുന്നുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സത്യങ്ങൾ അറിയാതെ മനുഷ്യർ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സത്യങ്ങളെ കുറച്ചെങ്കിലും ആൾക്കാർ അറിയണ്ടേ. നമുക്കിതൊന്ന് കേൾക്കാം. പിന്നെ ചാച്ചൻ്റെ മകളാണ് അൽപ്പി മരിക്കുന്ന ദിവസം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ പിന്നെ കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയി കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോപ്പിൽ നിന്ന് കയറിയിട്ടില്ല. അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കാണ് നിൽക്കുന്നത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആകട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയയല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. അത് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആളാരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7-8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചിരിക്കുന്നത്. അന്ന് അവിടെ അയ്യപ്പൻ നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളെ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൂർ പെട്രോൾ പമ്പിന്റെ കുവൈറ്റിലുള്ള സ്ഥലത്ത് വെച്ച കുട്ടികളുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിൽ കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് പല വിഷ്വൽസിൽ അവരവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതിയതെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലൻ എന്ന വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയാണ് കരുതിയിരുന്നത്. പക്ഷെ ഇവരുടെ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് 3 ദിവസം പഴക്കം ചെന്ന ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും
പല കണക്കുകളെല്ലാം റോങ് ആണ്. CCTV വിഷ്വൽസിൽ ഒന്നിൽ തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ വിഷ്വൽസോ ഉണ്ടായിട്ടില്ല. അതിന് ഉറപ്പിച്ച് പറയാൻ കാരണം വെച്ചാൽ ഈ വിഷ്വൽസിലുള്ളതൊക്കെ 1:30-ക്കുണ്ടായ വീഡിയോസും 2 മണിക്ക് 3 മണിക്ക് പുലർച്ചെയുള്ള വീഡിയോസാണ്. അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല. തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ ഉള്ള ഈ സാഹചര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള മോശം കമന്റുകളോ അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങളോ പറയാതിരിക്കുക. ഇതാണ് സത്യാവസ്ഥ. അയ്യപ്പൻ വിളക്ക് കാണാൻ നിന്നിരുന്നാണ് പറഞ്ഞത് കേട്ടോ. അതായിരിക്കും ആ കൊച്ച് ഇട്ട ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഒരു ടീഷർട്ട് പോലത്തെ ഇതൊക്കെയാണ് ഇട്ടിരുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. ഒരു കേസും കൊണ്ട് നമ്മൾ ചെന്നാൽ അവരാദ്യം ചോദിക്കും കൊച്ചിന് പ്രണയം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഉള്ളതാണെങ്കിൽ അവർ പിന്നെ അങ്ങ് വിധി എഴുതിക്കോളുക. ആ കൊച്ച് പ്രണയിച്ച ആളുടെ കൂടെ വിളിച്ചു ആരുടെ കൂടെ പൊക്കോട്ടെ, ഇനി പ്രണയിച്ച ആളുടെ കൂടെ തന്നെ പൊക്കോട്ടെ, ഇവർക്കൊന്നും കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇവർക്കൊന്ന് ഇതിനല്ലേ ഇവരെയൊക്കെ നിയമിച്ച് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം കൊണ്ടല്ലേ ഇവരൊക്കെ ശമ്പളങ്ങൾ പോലും നടക്കുന്നത്. ഇവർക്കൊന്നും ഇറങ്ങാമല്ലോ. അതിനൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളെയൊക്കെ പോയാൽ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ അന്വേഷിക്കാൻ വരുള്ളൂ. ആ ഒരു കൊച്ചിന് വേണ്ടി ആ ഒരു കൊണ്ടേ പരാതി കൊടുത്തപ്പോഴെങ്കിലും ആ ചുറ്റുവട്ടത്ത് തന്നെയാണ് അതിൻ്റെ ബോഡി കിടന്നത്. അതിൻ്റെ ഫോൺ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കിയിരുന്നെങ്കിൽ ഇത് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ കൊച്ചിനെ ഒരുപക്ഷെ ജീവനോടെ തിരിച്ചു കിട്ടുമായിരുന്നായിരിക്കും. അത് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇത് നല്ല ആരോഗ്യമുള്ളൊരു കൊച്ചാണ്, അല്ലാതെ ഒരു ആരോഗ്യമില്ലാത്ത കൊച്ചല്ല. അത് ജിമ്മിൽ പോകുന്ന കൊച്ചാണ്, വോളിബോൾ കളിക്കുന്ന കൊച്ചാണ്. ഒരു മുന്നിൽ നയിനെ ഒരാൾ ആക്രമിച്ചാൽ അതിനത് തടയാനുള്ള ശക്തിയും അതിനുള്ള ആരോഗ്യം ബുദ്ധിയും കാര്യങ്ങളെല്ലാം ഉള്ളൊരു കൊച്ചാണ്. അതിന് ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അത്രയ്ക്ക് നല്ല ഒരു ആരോഗ്യമുള്ളൊരു കൊച്ചാണ്. അതിന് പുറകിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. പക്ഷെ പുറകിൽ നിന്നാകുമ്പം മുന്നിൽ ഒരാൾ നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കുമല്ലോ പുറകിൽ നിന്ന് ഒരാൾ വന്ന് അടിച്ചിട്ടുണ്ടായിരിക്കാൻ. അവിടെ ഒരു കിടക്കുന്ന കല്ല് വെച്ച് ഇടിച്ചെന്നൊക്കെയാണ് ഇവൻ പറയുന്നവനെ കൊണ്ട് പോയപ്പോഴേ. ഇവൻ പറയുന്ന മുഴുവനും നുണയാണ്, പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നുണയാണ്. ഇവൻ പറയുന്നത് ഈ കൊച്ചിന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു, അത് ഇവൻ ഫോണിൽ കണ്ടു, അതിൻ്റെ പേരിലാണ് അവൻ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മോശം ഒരു ഇമേജാണ് ആ കൊച്ചിന് ഇവൻ ഉണ്ടാക്കി കൊടുക്കുക. പോലീസുകാർ ചില തെളിവ് സഹിതം ചോദിക്കുമ്പോൾ മാത്രമാണ് ഇവനത് സമ്മതിക്കുന്നത്. അന്ന് സാറേ ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ ഇവൻ ഒറ്റയ്ക്കല്ല, ഇവൻ്റെ കൂടെ വേറെ ആരോ ഉണ്ട്. ശരിക്കും ഇവൻ്റെ കൂടെ വേറെ ആരോ ഒരാളും കൂടെ ഉണ്ട്. ഇവൻ ഒരിക്കലും ആ കൊച്ചിനെ പിന്നെ ആ കൊച്ചിനെ കിടന്നിടത്തും ആയിരിക്കുമല്ലോ ചിലപ്പോൾ അതിനെ ഉപദ്രവിച്ചതും എടുത്തത്. വേറെ എവിടെയോ വെച്ച് അതിനെ ഉപദ്രവിച്ച് അതിനെ തീർത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. അതിൻ്റെ പിന്നിൽ എന്നതൊക്കെയാണെന്നുള്ളത് ഇവൻ മദ്യത്തിനടിമയാണെന്ന് പറയുന്നുണ്ട്. ഇവൻ മദ്യപിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നവനാണ്. ഇവൻ ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. ഇവൻ എന്നിട്ട് പറഞ്ഞു ഈ കൊച്ചു മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന്, അതിന് മദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നുണയാണ് പറയുന്നത്. മുഴുവൻ നുണ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥകൾ കുറേശ്ശെ ആയിട്ടാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം പല ഒരു അവിഹിതത്തിൻ്റെ ആണെങ്കിലും എന്നതാണേലും ഉണ്ടല്ലോ, സത്യങ്ങൾ ഇവർ മറച്ചു വെച്ച് മറ്റൊരാളിലേക്ക് നെഗറ്റീവ് അടിച്ചേൽപ്പിച്ച് അത് ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ നല്ല രീതിക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ഈ സത്യം അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ നെഗറ്റീവ് അറിയാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. കുറച്ച് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ സത്യങ്ങൾ എന്നാന്ന് അറിയേണ്ട ആഗ്രഹമുള്ളവർ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. ഇവൻ കൊടുങ്ങുമല്ല വേണ്ട, ഇവൻ ശരിക്കും പറഞ്ഞാൽ ചാവുകയാണ് വേണ്ടത്. ഇവന് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇവിടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ കൂടെ അത്രക്കും ട്രസ്റ്റ് ചെയ്തും എന്താണ് അത്രക്കും സിൻസിയർ ആയിട്ട് നിന്നാ. ഇവൻ വേറെ ഗേൾ ഫ്രണ്ട് ആയിട്ട് പോയപ്പോഴാണ് ഇവൾ ആ റിലേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇത്രയും പിടിച്ച് ശല്യപ്പെടുത്തിയിട്ടും എല്ലാ ടോർച്ചറും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കൂടെ ആരോ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാണ്ട് ഇവള് വാച്ച് അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പല്ല, വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. വേറെ ഇവന്റെ വാച്ച് അല്ലാതെ ഇത് കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ വേറെ ആരും ഉണ്ട് അതിന്റെ അകത്ത്. പക്ഷെ അത് ആരാണെന്നുള്ള കാര്യം ഇവൻ പറയണില്ല. ഇവൻ കുറ്റം ഫുള്ളായിട്ട് ഇവൻ എടുക്കുന്നേ പോയി ജയിലിൽ കിടക്കട്ടെ, അത്ര മാത്രമേ പറയാനുള്ളൂ. ജയിലിൽ കിടക്കല്ലോ, ഇവനെ തല്ലിക്കൊള്ളാം. പുറത്ത് സ്റ്റേഷന്റെ പുറത്തേക്ക് വന്ന് ഇവനെ കൊല്ലാനുള്ള ഒരു ആരെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാണ്. ഞങ്ങൾ എല്ലാവരും അത് ഇവിടുന്ന് എന്താ പറയണ്ട. ഇതാണ് പറയുന്ന കാര്യങ്ങൾ. അവൻ്റെ വാച്ചല്ലത്, അവൻ്റെ വാച്ചുമല്ല. ഈ പെങ്കൊച്ച് വാച്ചൊട്ട് ധരിക്കാറുമില്ല. പിന്നെ ആരുടെ വാച്ചാണെന്ന് ചോദിക്കുന്നത്. അതാ പറഞ്ഞത്. ഇവൻ കൂടാതെ ആരോ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പറ്റി പറയുന്നിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. അത് അവരൊന്നിച്ച് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ് പറയുന്നത്. എത്രയാണേലും കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും കൂടെ നിൽക്കുന്ന ആളെ പറ്റി. അത് ഇവൻ ആ കൊച്ചിന് വേറെ റിലേഷൻ ഉണ്ടെന്ന് ഇവൻ പറഞ്ഞെങ്ങാക്കും. ഇവനായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ കൊച്ചത് ഒരു വർഷമായിക്കൊണ്ട് ഇവർ തമ്മിൽ പിണങ്ങി ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇവരുടെ കൂടെ തന്നെയുള്ള കുട്ടികൾ ആ കൊച്ചിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഇതുകൊണ്ടാണ് പറഞ്ഞത് സത്യങ്ങൾ എന്നാന്നറിയാതെ
വായി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരൻ ഒരു ഇത്രയും നല്ല ഒരു എന്നെ 10ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് മുതൽ ഞാൻ പ്രണയിച്ച എൻ്റെ പ്രണയിനി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ പുള്ളി കഥയായിട്ടങ്ങ് പറയുക, അവന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പുള്ളി അങ്ങ് പറയുക. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നു, ഏവിയേഷൻ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പറക്കാമല്ലോ എന്ന് കരുതി പെൺകുട്ടി അങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവൻ പറഞ്ഞു എറണാകുളത്ത് പഠിക്കുക, അവിടെ പഠിക്കുക, ഇവിടെ പഠിക്കുക. പെൺകുട്ടി പറഞ്ഞു അവിടെ വേണ്ട, എനിക്ക് ഇന്നിടത്ത് തന്നെ ബാംഗ്ലൂർ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പെൺകുട്ടി ഇവിടുന്ന് അവിടെ പോകുന്നു, അവിടെ ചെന്ന് പുതിയ റിലേഷൻ ആകുന്നു. ആയിക്കഴിഞ്ഞ് അത് ഇവൻ അറിയുന്നു. ഇവൻ അറിഞ്ഞ് അപ്പം ഞാൻ പ്രണയിച്ച എൻ്റെ പ്രണയിനി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിഷമത്തിൽ അവൻ ആ പെൺകുട്ടിയുടെ തലയ്ക്ക് എടുത്ത് നിസ്സാരമായിട്ട് കഥയുണ്ടാക്കി പറഞ്ഞു തലയ്ക്കടിച്ച് കൊന്നു. അതാണ് ചെയ്തത്. അത് അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നത് അവന് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവൻ ചെയ്തതാണ്. ഇത് വല്ലതുമാണോ സത്യം? ഇതൊന്നുമല്ല സത്യം. അതാ പറഞ്ഞത്, ഇങ്ങനെയാണ് അത്. ആ വീട്ടുകാർ കേൾക്കുമ്പോൾ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. പുള്ളിക്ക് കുറേ വീവ് കിട്ടുമായിരിക്കും, അതിൽ നിന്ന് പൈസയും കിട്ടുമായിരിക്കും. പക്ഷേ ആ വീട്ടുകാരെന്ന് പറയുന്ന ഒരാൾക്കാണ്ട് ഈ കൊച്ചു മരിച്ചു കഴിഞ്ഞ് ഇതൊന്നുമല്ല സത്യം. അതിൻ്റെ ഫ്രണ്ട്സായിട്ട് കുറേ പിള്ളേരുണ്ട്, അവർക്കും അറിയാം ഇതല്ല സത്യം. അവരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എത്രമാത്രം മാനസികമായിട്ട്, അത് മരിച്ചു പോയൊരു പെൺകുട്ടീനെയാണ് ഇങ്ങനെ വീണ്ടും ഒരുമാതിരി വ്യഭിചാരക്കുറ്റം ചെയ്ത മാതിരി അങ്ങോട്ട് വിചാരണ ചെയ്യുന്നത്. ഒരാളെ പ്രണയിച്ചെന്ന് മാത്രമേ കൊച്ചു ചെയ്തൊരു തെറ്റുള്ളൂ. പിന്നെ അത് ചില പെൺകുട്ടികൾ അങ്ങനെയാണ്. അതുങ്ങളോടുണ്ടല്ലോ സ്നേഹത്തിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട ഒരു പുരുഷനും കൂടെ ആകുമ്പോഴത്തേക്ക് ആദ്യമായിട്ടൊക്കെ ഒരു പ്രണയത്തിൽ പെടുന്നതായിരിക്കും ഇതൊക്കെ. അപ്പോൾ ആ ഒരാൾ തന്നെ അവരുടെ മനസ്സിൽ എന്നും ആ ഒരാൾ തന്നെ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ടായിരിക്കും വീണ്ടും അവൻ വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ പോയത്. അത് അവൻ കൊല്ലാൻ കൊണ്ടുപോകാമെന്ന് ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല. ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ഇവിടെ മിസ്സിംഗ് ആയ ടൈം തൊട്ട് നമ്മൾ പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും ഇവിടുന്ന് ഡൗട്ടുള്ളത് അലന്നെ മാത്രമാണ്. കാരണം അല്ലാണ്ട് നാട്ടിൽ വേറെ ഒരാളെ കുറിച്ച് ഇവിടെ വന്ന തോരാതെ സംസാരിക്കണതെല്ലാം എന്താ പറയണ്ടേ, നമ്മളടുക്ക് സംസാരിക്കണ ഒരു കുട്ടി. അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മളടുക്ക് വന്ന് പറയും. അപ്പൊ നമ്മളടുക്ക് വന്ന് പറയാറുണ്ട്, ചേച്ചി ഇങ്ങനെ ഈ അലൻ വന്നിട്ട് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുവാന്നാ പറയാറ്, ടോർച്ചർ ചെയ്യുന്നുണ്ട് വല്ലാണ്ട്, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കണ്ടായിരുന്നു. ഈ അലൻ എന്ന് പറഞ്ഞ കുറിച്ച് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈമില് എന്താ പറയുക, ഇവിടെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് നമ്മളെ എൻ്റെ റൂംമേറ്റിന്റെ നമ്പർ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരം എന്നെ വിളിച്ചിട്ട് അവരെ വിളിക്കാൻ വേണ്ടിട്ട് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് പോയേക്കുമായിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അക്കു ഇവിടെ ഉണ്ടോ? നമ്മൾ അക്കു എന്ന് വിളിക്കണേ. അപ്പോൾ അവിടെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവള് ആ ടൈമിൽ ജിമ്മിലേക്കാനും പോയേക്കുമായിരുന്നു അവള്. അന്നേരം അവള് റൂമിലേക്ക്, അവള് ജിമ്മ് കഴിഞ്ഞാല് ഡയറക്റ്റ് നമ്മളുടെ റൂമിലേക്കാണ് വരണേ. അപ്പോൾ അന്നേരം പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ തന്നെ അവനെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ വിളിച്ചെന്നെല്ലാം ചോദിച്ചിട്ട്. ഇവക്ക് ബാംഗ്ലൂർ വന്നിട്ട് ഒരു അത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ഇവക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോയ് ഫ്രണ്ട് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഉണ്ടായിരുന്നു ചേച്ചി, മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇവന്റെ പേര് തന്നെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇവക്ക് ഇവിടെ വന്നിട്ട് ഒരു എക്സ്ട്രാ ഒന്നും, ഒരു ബോയ് ഫ്രണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേട്ടല്ലോ, അവരുടെ കൂടെ ഇവരൊക്കെ കൊച്ചിൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പറയുന്നത്. അവൾക്ക് അങ്ങനെ ഒരു പ്രണയമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രണയമുണ്ടായിരുന്നു, ഈ അലൻ എന്നുള്ള ചെറുക്കൻ്റെ പേര് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ബ്രേക്കപ്പായി, എനിക്കിപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ആ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ അതിൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നേരെ റൂമിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യങ്ങളും സത്യങ്ങൾ അറിയാതെ എവിടുന്നേലും കിട്ടും. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ എടുത്തിട്ടങ്ങ് അങ്ങ് ഉടുക്കുക. കാര്യം എന്നാ വെച്ചാൽ അതിൽ സത്യങ്ങൾ എന്നാന്നോ ഒന്നും അന്വേഷിക്കാനല്ല. ഇത് മറ്റുള്ളവർക്ക് എത്രമാത്രം ഫീൽ. നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിച്ച് അതിൻ്റെ സത്യം ഇതല്ല എന്നറിഞ്ഞേച്ച് മറ്റൊരാൾ ഇതെല്ലാം ഇവരൊക്കെ വർത്താനം പറയുന്നത് കേട്ടാൽ തോന്നും, ആ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടാൽ തോന്നും പുള്ളിക്കാരൻ അവരുടെ വീടിനകത്തുനിന്ന് ഇറങ്ങി വന്നിച്ച് കഥ പറയുവാന്ന് തോന്നും. എനിക്കെന്തോ അങ്ങനെ ഒരു വർത്താനം കേട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി പോയിട്ടോ. അതിൻ്റെ താഴെ ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതല്ല സത്യം എന്ന്. ഈ CCTV പോലും ആ പോലീസുകാർ തന്നെ അവരുടെ തന്നെ വിഷ്വൽസ് വെളിവിട്ടിട്ടുണ്ട്, അവർക്ക് പറ്റിയൊരു അബദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പറ്റി കഴിഞ്ഞിട്ട് ഇനി അബദ്ധം കിപ്പത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പക്ഷേ ആ ബോഡി അവർക്ക് കാണാൻ പറ്റുന്ന രീതിക്കെങ്കിലും അവർക്ക് ഒരു പക്ഷേ തിരിച്ചു കിട്ടിയായിരുന്നേനെ. ഇത് ഇവർ ചെല്ലുമ്പോഴത്തേക്ക് അത് പുഴുവരിച്ച് ജീർണിച്ച് തുടങ്ങിയായിരുന്നു, കാലൊക്കെ ഒരുമാതിരി മഞ്ഞ കളർ പോലെ ആയിരുന്നെന്ന് പറഞ്ഞു. അത്രയും ഒരു സ്മെല്ലെടുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ അത്രയും ദിവസം 3 ദിവസം കൂടെ അവിടെ കിടന്നപ്പോഴത്തേക്ക് അത് ആ ഒരു അവസ്ഥയിലും കൂടെ ആയി. അപ്പം അതിന് മുന്നേ ഇവരവിടെയെല്ലാം അതിന് മുന്നേ പോയി അന്വേഷിച്ചാന്ന് പറയുന്നുണ്ട്. ഇവർ രാത്രിയിൽ ഈ കൊച്ചിൻ്റെ ഫോൺ ചെയ്ത് വെച്ച് തന്നെ ആ ഫാമിലിയിലുള്ളവരും അവരൊക്കെ പോയി അന്വേഷിച്ചതാണ്. അന്വേഷിച്ച സമയത്ത് അവിടെ ഒന്നും അങ്ങനെ ഒരു ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്.
പക്ഷെങ്കിൽ എന്നെ ചെയ്യാനാ ആ അപ്പനും അമ്മയും പുന്നാരിച്ച് പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നൊരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടത്. അതും 18 വയസ്സൊക്കെ ആകുന്നേരം വരെ വളർത്തിക്കൊണ്ട് കയ്യ് കാല് പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ. ഓരോ ആണായാലും പെണ്ണായാലും നമ്മളങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക അവർക്ക് നഷ്ടപ്പെട്ട് പോകുക, അതുപോലെ ഇതുപോലൊക്കെയുള്ള ദുർമരണങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എത്രമാത്രം അവരുടെ ഈ ജന്മം മുഴുവൻ അവർക്ക് ഇത് ഓർത്തിന് സങ്കടപ്പെടാനല്ലേ നേരമുള്ളൂ. ഇവനെ പോലെയൊക്കെ ഉള്ളതിനെയൊക്കെ ഉണ്ടല്ലോ ഭൂമിയിലേക്ക് വിടുന്ന അപ്പനെയും അമ്മയും വേണം പറയാനായിട്ട്. ഇതുപോലെ കള്ളും കുടിച്ച് ഇതുപോലെ തോന്നിവാസം കാണിച്ച് നടക്കുന്ന ഇവനെയൊക്കെ ഇങ്ങനെ ഭൂമിയിലേക്ക് പിടച്ചു വിട്ട് ഈ അപ്പനെയും അമ്മയും കൂടെ വേണം പറയാനായിട്ട്. ഈ പെൺകുട്ടിയുടെ അപ്പനെയും അമ്മയും എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു അപ്പനും അമ്മയും ഇവനും ഉണ്ടല്ലോ. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ബോയ് ഫ്രണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവള് മിസ്സാവണുണ്ട്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മളുടെ റൂംമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും നേരം എല്ലാ കാര്യവും നമ്മളടുത്ത് ഷെയർ ചെയ്യണ ഒരു കുട്ടിയാ. അപ്പോ അത്രയും നേരം അവന്റെ കൂടെ പോകണം എന്നുള്ളൊരു പ്ലാൻ്റെ അത്തേ ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക്. അപ്പൊ പെട്ടെന്ന് എന്തോ അവൻ പറഞ്ഞിട്ടാണ് അവൾ അന്ന് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവളുടെ അമ്മ ഞാൻ പറയാതെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയത് അവളുടെ ഉത്സവവും പിന്നെ അവളുടെ ഒരു അനിയന്റെ ബർത്ത്ഡേന്റെ അല്ല ഫംഗ്ഷന്റെ ആ ഒരു ഇതിനകത്ത് പോയതാ. അപ്പോ അത്രയും നേരം എന്താ പറയണ്ടേ, നമ്മളാണ് ഇവിടുന്ന് കയറ്റി വിട്ടത് നാട്ടിലേക്ക്. അപ്പോ ഇവളിപ്പോ അങ്ങനെ ഇവനായിട്ട് അലന്ന് പറഞ്ഞല്ലോ, അതെന്ന് പറയുന്നത് ഇവളുടെ എക്സാ. ആ എക്സ് എന്തോ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവള് പോയേക്കണത്. ഇവള് മിസ്സാവണ ആ അരമണിക്കൂർ മുന്നേ ഇവിടുന്ന് റൂംമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ അമ്മേനെ വിളിച്ചിട്ട് പറയണ്ടേ അമ്മേന്റെ ഇങ്ങനെ വീട് എത്താറായി എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കൊല്ലാനുള്ള രീതിയിലേക്കാണെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടാക്കും അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യില്ല. അവളെന്ന് പറയുമ്പം ഫുള്ളും ഒരു ബോയ്സ് ടൈപ്പ് ആയിരുന്നു. കാരണം അവളുടെ ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും എല്ലാം അങ്ങനത്തെ ഇതാ. അപ്പൊ അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കൊച്ച് ഒരിക്കലും ആ ഒരു കടുങ്കൈ ചെയ്യില്ല. കേട്ടില്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊച്ചാണ് ആ കൊച്ച്. അവൻ എന്നതെങ്കിലും അതിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരിക്കും അവൻ കൊണ്ടുപോയത്. ഒന്നിച്ചിരിക്കുന്ന സമയത്ത്, പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ഒന്നിച്ചിരുന്നുള്ള ഫോട്ടോയും കാര്യങ്ങളും എന്നതിലൊക്കെ കാര്യം ഇതൊക്കെ ഫസ്റ്റ് ലവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ പുറത്തറിഞ്ഞ് നാണക്കേടാണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ എന്നേലും ഭീഷണിപ്പെടുത്തി കാണും. ഈ ഫോട്ടോ ഞാൻ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നോ അല്ലെങ്കിൽ നിന്നെ നാട്ടിക്കുന്നോ അങ്ങനെ എന്നേലൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ കൊച്ച് ഓർത്ത് കാണുമെന്ന് പോയേക്കാം, ഇവൻ പറയാനുള്ളത് എന്നെ കേട്ടാക്കാം എന്ന് വിചാരിച്ചായിരിക്കും പോയത്. പിന്നെ ഒത്തിരി രാത്രി ആയിട്ടുമില്ല, 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ആ സമയത്തൊക്കെ അവിടെ ഉത്സവത്തിൻ്റെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിനിടയ്ക്ക് ഇവൻ ഒത്തിരി ദൂരോട്ട് പോകുമെന്ന് വിചാരിച്ച് കാണുകയില്ലായിരിക്കും. എന്നതാണേലും കൊച്ച് കാണിച്ചത് മണ്ടത്തരമാണ്. ആ രാത്രി സമയത്ത് ആരോടും പറയാതെ ഇവരോട് പോയത് കാണിച്ച മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് അതിന് ഇന്ന് ഈ ലോകത്തുനിന്നേ പോകേണ്ടി വന്നത്. ഈ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്നതിൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഒരു പയ്യൻ ഇട്ടേക്കുന്നതാണ് ഈ ഒരു സംഭവങ്ങൾ. ആ മലയാറ്റൂരുള്ള ഒരു പയ്യനാണ് ഇട്ടേക്കുന്നത്. ഞാൻ അതൊന്ന് വായിക്കാം കൊച്ചു പറയുന്ന കാര്യങ്ങളെ. ബ്രോ, ഞാൻ മലയാറ്റൂർ സ്വദേശിയാണ്. ഈ പറഞ്ഞ പെൺകുട്ടിയെ ഞാനും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പയ്യനെ ഞാനും അറിയും. പക്ഷേ ഈ പ്രണയബന്ധങ്ങളോ ഇതിൻ്റെ പിന്നിലെ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പേര് വിനീത് VS. ചിത്രപ്രിയ കൊല്ലപ്പെട്ട സ്ഥലം വളരെ മോശം സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന സ്ഥലമാണ്. ഈ സംഭവം നടക്കുന്ന രാത്രി ചിത്രയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഈ പയ്യൻ ഈ സ്ഥലത്ത് ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കൗമാരപ്രായത്തിലുള്ള ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ ഈ ഭാഗങ്ങളിലുണ്ട്. കഞ്ചാവും രാസലഹരികളും മലയാറ്റൂർ ഭാഗങ്ങളിൽ കച്ചവടം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ 2 പേരും അല്ലാതെ അന്ന് രാത്രി അവിടെ വിജനമായ പറമ്പിൽ മറ്റൊരാളുണ്ടായിരുന്നത് ഉറപ്പായിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരണസമയം കണ്ടെത്തിയാൽ ചിലപ്പോൾ തെളിവുകൾ കിട്ടും. ഈ പ്രദേശത്ത് CCTV വളരെ കുറവാണ്. ആ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ആ ഒരു പ്രദേശത്ത് ഈ ഇടയ്ക്ക് ഇതിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണം. ഈ ഇടയ്ക്ക് 24 ഇന്ന് അവർ ന്യൂസ് ചാനലിൽ നിന്ന് ഈ ലഹരി വിമുക്ത എന്നും പറഞ്ഞുകൊണ്ട് ഒരു നാടെന്നും പറഞ്ഞ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ലഹരികൾക്ക് എതിരായിട്ട് ഇവർ ഈ ഇറങ്ങിയിട്ടുണ്ടായിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഉള്ള സത്യം ഞാൻ പറയാം, ഒരു ഗുണം. ഇവർ ഈ ചാനലിനകത്തൂടെ വന്ന് കുറേ പോലീസുകാർ കിടന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മാങ്ങാത്തൊലി. ഇന്നും തൊടുപുഴ ടൗണിൽ മുട്ടം, കരിങ്കുന്നം ഈ പ്രദേശങ്ങളിൽ +1 +2 പഠിക്കുന്ന 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ രാത്രി 12 മണിക്കാണ് സവാരി നടത്തുന്നത്. രാത്രി 12 മണിക്ക് ഒരു ബൈക്കിൽ 2-3 കുട്ടികൾ കാണും. ഇവന്മാർക്ക് കള്ളുമുണ്ട്, കഞ്ചാവുമുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്കത് കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഒരു മനുഷ്യർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല. ഒരു ഫാമിലി ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ആ വീട്ടിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പലർക്കും ഭയമാണ്. അവിടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഹോസ്റ്റലിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം നിങ്ങൾക്ക്
ഏതെങ്കിലും ഒരു ഇതിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു നാട്ടിൽ ചെന്നാൽ രാത്രി 10-11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ഉണ്ട് റോഡിൽ. എല്ലാം ബിവറേജിൻ്റെ അവിടെ നിൽക്കുന്നതാണ് പകൽ ഈ ഒരു സന്ധ്യ സമയമാകാറാകുമ്പോഴത്തേക്ക്. ബാക്കി ഈ വരുന്ന ഒരൊറ്റ എണ്ണം പോലും മദ്യപിക്കാത്ത പിള്ളേരില്ല. ഏതെങ്കിലും ഒരു കേസിൽ ഇവന്മാർ പെട്ട് കഴിഞ്ഞാൽ പോലും വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അത് ഒത്തുതീർപ്പാക്കി ഇവന്മാരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഒന്ന് ദേഷ്യപ്പെടും, ഇവന്മാരെ വീണ്ടും 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 പിടിച്ചാൽ പോലും ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടും. അതുകൊണ്ട് ഇവന്മാർക്ക് ഇപ്പോൾ പോലീസുകാരെ ഒരു വിലയില്ലാതെക്കുക. കൂടി വന്ന് ഇവനൊക്കെ 2 ചാട്ടം ചാടും. പിന്നെ വീട്ടിൽ 4 കൊണ്ടേ പൈസ കൊടുക്കും, ഇറക്കിക്കൊണ്ട് പോകും. വീട്ടുകാരെ വിളിച്ചേച്ച് പറയും ഇത്ര രൂപ കൊണ്ട് തന്നാൽ മതി, ഇറക്കി വിട്ടേക്കാന്ന് പറയും. ഓരോറ്റ കാര്യങ്ങൾ, ഒരു നിയമപരമായിട്ട് ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടുകാരോട് പോലും സ്ട്രോങ് ആയിട്ട് ഈ പോലീസുകാർ സംസാരിക്കാറില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇന്നത്തെ കേസ് നിങ്ങൾ ചാർജ് ചെയ്തിരിക്കും, ഇത് ഞങ്ങൾ പബ്ലിക്കിലേക്ക് ഞങ്ങൾ വിട്ടിരിക്കും, നിങ്ങൾക്ക് നാണക്കേടാണ്, ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് വളർത്തണം എന്നൊരു അക്ഷരം ഈ പോലീസുകാരെ മിണ്ടുന്നില്ല. ഇന്നും നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാത്രിയിലും അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾ കള്ളും കുടിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ പിള്ളേർ നടക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു പ്രായം, ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ +2 +1 അങ്ങനെ ആ ഒരു 15, 16, 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അന്നേരത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ വഷളായി കഴിഞ്ഞു. കാര്യം ഈ +1 +2 ആകുമ്പോഴത്തേക്ക് തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് പോയി, അതിലെ മോശം ഇതിലേക്ക് പോയി. അതുങ്ങൾ പിന്നെ ഒരു ക്രിമിനലായിട്ടാണ് കുഞ്ഞുങ്ങൾ പിന്നെ വരുന്നത്. ഇതൊന്നും തടയാൻ നമ്മുടെ ഇവിടെ ഒരു നിയമവും ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. എല്ലാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല, സ്കൂളിൽ ചെല്ലാത്തന്നെന്ന് ചോദിക്കാൻ ആരുമില്ല. പണ്ടൊക്കെ ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങൾ ചെന്നില്ലെങ്കിൽ വീട്ടിൽ അന്വേഷിക്കും, ഇല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അധ്യാപകർക്ക് വേണമെങ്കിൽ വരട്ടെ, ഇതൊക്കെ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ, ഇവനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ പുണ്യം കിട്ടാനെന്നുള്ള മൈൻഡാണ് ഇപ്പോൾ അധ്യാപകരും കാണിക്കുന്നത്. അവർ പ്രതികരിക്കത്തിൻ്റെ കാര്യം അവർ കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ പ്രതികരിക്കാൻ ചെന്ന വീട്ടുകാർ തന്നെ അവരെ ശത്രുക്കളായിട്ട് കാണും. പിന്നെ കൊച്ചിനെ ഒന്നും ഒരു അധ്യാപകൻ ഇച്ചിരി ഒന്ന് ഒച്ചയെടുത്ത് സംസാരിച്ചാൽ പിന്നെ ഈ കൊച്ചിനെ കൊണ്ട് ഇവർ തന്നെ എടുത്തിട്ട് ഇടിക്കാൻ തൊഴിക്കുകയും ചെയ്ത് ഇവരുടെ കേസ് കൊടുക്കും. അധ്യാപകൻ ഇടിച്ചു തൊഴിച്ചത് വരെ. അദ്ദേഹത്തിനൊരു ഫാമിലിയുണ്ട്, കുട്ടികളുണ്ട്. ഈ ശമ്പളം കൊണ്ടായിരിക്കും ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അന്നേരം അവരോർക്കും എന്നാത്തിനും എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിട്ടിച്ച് വല്ലവൻ്റെ മക്കളെ നന്നാക്കാൻ നടക്കുന്നതെന്ന് ഓർക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടായിരുന്നു. അതാണ് ആ ഒരു പയ്യൻ പറയുന്നതാണ് സത്യാവസ്ഥ എന്നതാണെന്നുള്ളത് പുറം ലോകം കൂടുതൽ പറഞ്ഞത്. അതിലൂടെയാണ് ഈ CCTV ദൃശ്യങ്ങൾ കറക്റ്റ് അല്ലെന്നും അത് അങ്ങനെ ഒരു ആൾക്കാരല്ലെന്നും ഒക്കെ കുറേയൊക്കെ അറിഞ്ഞത്. അപ്പോൾ ആ പയ്യൻ തന്നെ വീണ്ടും വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അക്കുമോൾ. ഇത് ഈ ഒരു കേസിന്റെ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫൈനൽ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മീഡിയയിൽ കണ്ട ന്യൂസ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കുന്റെ ഫാമിലിയിലുള്ള പലരും, ഫ്രണ്ട്സ്, പിന്നെ ബാംഗ്ലൂർ കൂടി ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും പേരുടെ സംസാരിച്ചതിന്റെ പെർസ്പെക്റ്റീവില് ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ എന്റെ വേർഷൻ ആണത്. ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തുന്ന അക്കു അമ്പലത്തിൽ നടക്കുന്ന ചെറിയൊരു പരിപാടിക്ക് പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പരിപാടിക്ക് കുട്ടി ഒറ്റയ്ക്കല്ല പോയത്, ഫാമിലി എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴും ലാസ്റ്റ് അക്കുമായിട്ട് സംസാരിച്ച് ബാംഗ്ലൂരിലുള്ള അക്കുന്റെ ഫ്രണ്ട് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, യാതൊരുവിധ പ്രശ്നങ്ങളോ അക്കുവിന് ഉണ്ടായിരുന്നില്ല, വളരെയധികം ഹാപ്പി ആയിരുന്നു. ഒരു ടെൻഷനോ പ്രഷറോ അവളുടെ സംസാരത്തിൽ നിന്നോ മറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും ഈ കുട്ടി ചായ കുടിക്കാനായിട്ട് ആ ഒരു ലൊക്കാലിറ്റി തന്നെയുള്ള സ്ഥലമാണ്, ചായ കുടിക്കാൻ വേണ്ടി പോയി. അവിടെ വെച്ച് അക്കും അലനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് കണ്ട പലരും അവിടെ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനും സീനും മാത്രമേ അവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം അക്കു വീട്ടിലേക്കാണ് ഡയറക്റ്റ്ലി പോയത്. മേ ബി ഈ ഒരു പയ്യൻ അവിടെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഏറെക്കുറെ 7 മണി 7:30 ഇടയിൽ അക്കു അമ്മേനെ വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്താറായി. വീട്ടിലേക്ക് എത്താൻ മീൻസ് ഈ മരിച്ച സ്പോട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഏറെക്കുറെ 1 കിലോമീറ്റർ എങ്ങനെ നടന്നാലും മാക്സിമം ഒരു 5 മിനിറ്റുള്ളിൽ നടന്നെത്തുന്ന ഒരു സ്ഥലം. അമ്മേനെ വിളിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കുന്ന കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പൊ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യാതൊരുവിധ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ആ കുട്ടിക്ക് മീൻസ് ഇവര് തമ്മിൽ സംസാരിച്ച് തർക്കമായി അവൾ അതെല്ലാം വിട്ടിട്ട് പ്രോപ്പർലി നടന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഈ 7 മണി 7:30 ലാസ്റ്റ് കോള് കട്ടതിന് ശേഷം പിന്നെ അക്കുനാരെ കണ്ടിട്ടില്ല. ഈ ഒരു ക്രൈം സീന്റെ ഫോട്ടോസും വീഡിയോസും ന്യൂസിൽ വന്ന എല്ലാ വീഡിയോസും അനലൈസ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കല്ല് ഉപയോഗിച്ചാണ് കൊന്നതെന്ന് പറയുന്നുണ്ട്. ഈ കല്ലിന്റെ ഒരു സൈസ് നിങ്ങളൊന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ഒരാൾക്ക് വെറുതെ എടുത്തിട്ട് അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല. അത് ശരിയാണ് കേട്ടോ. ആ കല്ലിൻ്റെ ഒരു സൈസ് ഇവൻ കാണിക്കുന്നുണ്ട്. ആ ഒരു ഇതിന് പോകുമ്പോഴത്തേക്ക് ആ ഒരു കല്ലെന്ന് പറഞ്ഞാൽ വലിയ കല്ല്. ആ കല്ലുകൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ തള്ളു എടുത്താൽ തിരിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. ഒരുവിധം നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു കല്ലാണെങ്കിൽ ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ഇതിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ കൊച്ചിനെ. അപ്പോൾ ഇവർ ഒരാളായിരിക്കില്ല, ഒന്നെങ്കിൽ ഇവൻ ഈ കൊച്ചുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നായിരിക്കും ഇതിനെ ആക്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത് അമ്പലത്തിൽ, ശരി കേട്ടോ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴി എങ്ങാണ്ടെന്ന് തോന്നുന്നു. അമ്പലത്തിൽ കയറിയതിന് ശേഷമായിരിക്കും അത് വേണം. അവരുടെ ബന്ധുക്കാരെല്ലാം അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അവിടെ നിന്ന് നടന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് കുളിക്കാൻ വെള്ളം ചൂടാക്കുക എന്ന് പറയാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ച് വീണ്ടും കുളി കഴിഞ്ഞേച്ച് തിരിച്ച് അമ്പലത്തോട്ട് തന്നെ പോകാനായിരിക്കും അത് ഉദ്ദേശിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നല്ല ആരോഗ്യമുള്ളൊരു കൊച്ചുമാണത്. അതിനെ ഒരാൾക്ക് പെട്ടെന്നൊന്നും അതിനെ അങ്ങനെ ഈ ജിമ്മിലും ഒക്കെ പോയി നല്ലപോലെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നൊരു കൊച്ചാണ്. പെട്ടെന്നൊന്നും അതിനെയൊന്നും ഇതാക്കാൻ പറ്റത്തില്ല.
നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അക്കുവിനെ പോലെ ഒരാൾക്ക്, അക്കുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം ജിമ്മിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു കുട്ടിയാണ്. ഫിസിക്കലി നല്ല ആക്റ്റീവ് ആണ്, സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിക്ക് എങ്ങനെ പോയാലും ഈ ആ പയ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസും വീഡിയോസ് ഒക്കെ ആയിട്ട്. ആ ഒരു പയ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു കുട്ടിയല്ല. സോ ആ ഒരു ഫാക്ടർ മുൻനിർത്തി നോക്കുമ്പോഴേക്കും ഒരു കല്ലെടുത്തിട്ട് പെട്ടു. ദാറ്റ് മീൻസ് അവിടെ അതിന് മുമ്പ് നല്ല രീതിയിലുള്ള സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അത് പല റിപ്പോർട്ട്സിലും നമ്മൾ കണ്ടതാണ്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ടതിന് മുമ്പ്. സോ അമ്മേനെ വിളിച്ച ലാസ്റ്റ് കോളിന് ശേഷമുള്ള ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഇത്രയധികം കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ഈ ഒരു സ്പോട്ടിൽ വെച്ച് ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ ഒരു ലൊക്കേഷൻ അത്ര റിമോട്ട് ഏരിയ ഒന്നും അല്ല. അത്യാവശ്യം റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോഡി കിടന്നിരുന്ന സ്ഥലം വളരെ വിസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് അർദ്ധരാത്രി അല്ലത് 7:30 8 മണി, നിങ്ങൾ മാക്സിമം ഒരു 7 മണി തൊട്ട് 9 മണി വരെയുള്ള ടൈം നിങ്ങൾ കൂട്ടിക്കും. അതിനുള്ളിലായിരിക്കണം ഈ ഒരു ക്രൈം നടന്നേക്കുന്നത്. ഈ അലൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ്. സോ ഈ ഒരു ടൈമിനുള്ളിൽ വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വലിയ അറ്റാക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരു ശബ്ദം പോലും ഒരാൾ കേട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം സംശയമുള്ള. അതാണ് ഞാനും പറഞ്ഞത്. അവിടെ വെച്ച് അത് ഒത്തിരി ഇങ്ങോട്ടൊരു ഒരു ഇടുക്ക് ഏരിയയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലത്തൊന്നുമല്ല കൊച്ചിൻ്റെ ബോഡി കിടന്നതെന്നാണ് പറഞ്ഞത്. ഇലക്ഷന് പോയവർ സ്മെല്ല് അടിക്കുന്നതെന്നും പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോയവർ സ്മെല്ല് അടിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയി നോക്കിയത്. അപ്പോൾ ഇതിനെ അവിടെ നിന്നൊക്കെ ദൂരെ കൊണ്ടുപോയി അവിടെ ഇട്ടായിരിക്കും ഇതിനെ ഒരുപക്ഷെ ഉപദ്രവിച്ചത്, ഇതിനെ കൊന്നേച്ച് അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും. എൻ്റെതാണേലും ഒരു ഭയങ്കര ഇതായിപ്പോയി. നമ്മൾ പെൺമക്കളുള്ള ഒരമ്മമാർക്കും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വരുന്നിടം വരെ നമ്മൾ പ്രതീക്ഷയാണ് കാത്തിരിക്കുന്നത്. ഒരു ഇതിലും ചെന്ന് ഇപ്പോഴത്തെ കാലമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളാണേലും ഇപ്പോൾ ഇവരെ ഒരു റിലേഷൻ ചെന്ന് പെടുന്നതാണേലും ഒക്കെ സ്വാഭാവികമാണ്. അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പെട്ടുപോകും. എന്നാലും നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരെന്ന് പറയുമ്പോൾ ചിലർ അറിയുന്നുണ്ടായിരിക്കുകയില്ല പല കാര്യങ്ങളും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസമാണ്, കുഞ്ഞുങ്ങൾ നമ്മളോട് പറയും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേങ്കിൽ പല കാര്യങ്ങളും അവർ ചിലപ്പോൾ നമ്മുടെ നിന്ന് മറച്ചു വെക്കുന്നുണ്ടായിരിക്കും. അത് കൂടുതലും ഒരു കൂട്ടുകെട്ടുകൾ വരുമ്പോഴത്തേക്ക് അവർക്കിടയിൽ മാത്രമേ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. വീട്ടിലോട്ടത് ചർച്ച ചെയ്യേണ്ട വരണമെന്നില്ല. അപ്പം നമുക്ക് ഏതൊരു മാതാപിതാക്കൾക്കാണേലും ഇന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞ് തിരിച്ച് വരാൻ വൈകുമ്പം ഉള്ളിൽ തീയാണ്. നമുക്കത് എവിടെ തന്നെയാണ് താമസിക്കുന്നത്. എനിക്കുണ്ട് കേട്ടോ, എനിക്കുമുണ്ട് ഇതേ പ്രായമായ ഒരു മകൾ എനിക്കുമുണ്ട്. എൻ്റെ മകനും ആണെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വരാൻ താമസിക്കുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ. ഞാൻ സ്കൂളിൽ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഇന്ന് സ്കൂൾ ബസ് പോകുന്നില്ലേ എന്ന് പറയും. കാര്യം ടൗൺ വരെയുള്ളൂ വേറെ സ്കൂൾ ബസ്, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം എന്നാണ് താമസിക്കുന്നത്. അപ്പോൾ സാറ് പറയും ഇവിടുന്ന് പോന്നിട്ടുണ്ട്, ടെൻഷൻ അടിക്കേണ്ട, ഇപ്പം അങ്ങ് എത്തും. നമുക്ക് അങ്ങനൊരു നമ്മുടെ കുഞ്ഞുങ്ങൾ വരാൻ താമസിക്കുമ്പം അമ്മമാർ പലത് ചിന്തിച്ച് കൂട്ടും. ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം നമ്മൾ പല ഇതാണ് ചിന്തിച്ച് കൂട്ടുന്നത്. കുഞ്ഞ് എവിടെയാണ് എന്നാണെന്നുള്ളത് എന്ന് പറയുന്നവർ തന്നെയായിരിക്കും. ഈ കുഞ്ഞിനെ കാണാതെ എത്രമാത്രം അവർ വേദനിച്ച് കാണും. ആ ഒരു രാത്രി ആ ഒരു അപ്പനും അമ്മയും ഇത്രമാത്രം ദൈവത്തെ വിളിച്ച് കാണും, ദൈവമേ എവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് കൊണ്ടുവരണേ. പിന്നെ ഈ പോലീസുകാർ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അത്രയും പറ്റിപ്പോയത്. ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഇതാകാൻ. പോലീസുകാർ പറഞ്ഞു ഇവരെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, CCTV കിട്ടി, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പോലീസുകാർ. എന്നാത്തിനായിരുന്നു എന്നറിയത്തില്ല. ഈ പോലീസുകാരുടെ വീട്ടിൽ ഒരു പെൺകുട്ടീനെ ആണെങ്കിൽ കാണാതെ അവരുടെ കൂട്ടത്തിൽ ആ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആരുടെയും ഒരു മോനെയോ മോളെയോ കാണാതെ പോയിരുന്നെങ്കിൽ ഇവരിതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുമായിരുന്നോ? ഇതുപോലെ ഒരു ഹാഫ് മൈൻഡിൽ നിന്ന് ഇവർ കാര്യങ്ങൾ ചെയ്യുമായിരുന്നോ? ഒരിക്കലുമില്ല. അവരന്നേരം തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കും. ഇത് പാവം അവർ ആ ഒരു ഇതിൽ നിന്ന് പോലീസുകാർ പറഞ്ഞപ്പം ചിലപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അവർ പോയതായിരിക്കും എന്ന് അവരും ഒരു നിമിഷം ചിന്തിച്ചു. എന്നാലും സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. എങ്ങനെ അവരത് ഉൾക്കൊള്ളുന്നുണ്ടാവും അല്ലേ? ഒരിക്കലും ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അപ്പനോ ഈ ഒരു കഥ കേട്ടാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാണേലും നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റ് നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.